എല്ലാവർക്കും നമസ്കാരം. നമ്മൾ എത്രയോ കാലം മുന്നേ മുടങ്ങിപ്പോയിട്ടുള്ള ഒരു സംഗതിയാണ് നമ്മളിവിടെ അനുഷ്ഠിക്കുന്നത്. നമുക്കറിയാം, ഗണപതി സങ്കല്പത്തെ സൂര്യ ഗണപതി എന്നുള്ള സങ്കല്പത്തിലാണ് പൂജ ചെയ്തത്. ഈ ഗണപതി സങ്കല്പം എന്ന് പറയുന്ന സമയത്ത് അനേക സങ്കല്പങ്ങളുണ്ട്. നമ്മുടെ പ്രപഞ്ചം ഉണ്ടായിട്ട് ആദ്യമായിട്ടുണ്ടായ ഈശ്വര സങ്കല്പം, ദേവതാ സങ്കല്പമാണ് ഗണപതി. അതുകൊണ്ടാണ് എല്ലാ ദേവന്മാരും എല്ലാ കർമ്മത്തിനു മുന്നെയും ഗണേശ്വരനെ പ്രീതിപ്പെടുത്തിയിട്ടാണ് അവർ കർമ്മം ആരംഭിക്കുക. അപ്പോൾ എല്ലാ ക്ഷേത്രത്തിലും ഗണപതിക്ക് സ്ഥാനമുണ്ട്. ഗണപതിയെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് മാത്രമേ ഒരു കാര്യം മുന്നോട്ട് പോകുള്ളൂ എന്നുള്ളതാണ്. വിഘ്നങ്ങൾ ഉണ്ടാക്കുന്നതിലും അദ്ദേഹം തന്നെയാണ്, വിഘ്നങ്ങൾ തീർക്കുന്നതും അദ്ദേഹമാണ്. അദ്ദേഹത്തെ സ്മരിക്കാതെ എല്ലാം പരാജയപ്പെടുന്നു എന്നുള്ളത് ഒരു വാസ്തവം. അപ്പം നമുക്കറിയാം, ഗണപതി ഒരു 108 ഗണപതി ഉണ്ട് എന്നൊക്കെ പറയണമെന്നില്ല ആചാര്യന്മാർ. 108 തരത്തിൽ ഒരു 32 ഗണപതിയുടെ ധ്യാനവും അതിൻ്റെ പറ്റിയുള്ള വിവരണമൊക്കെ ഒരു 30-40 വർഷം മുമ്പുള്ള ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ മാസികയിലുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ സങ്കല്പവും നമ്മൾ എങ്ങനെയാണോ സങ്കല്പിക്കുന്നത് അങ്ങനെ തന്നെയാണ്. ദേവന്മാർ 30 മുക്കോടി എന്ന് പറയുന്നത് നമ്മളെ സങ്കല്പം തന്നെയാണ്. നമ്മൾ എങ്ങനെ സങ്കല്പിക്കുന്നോ അങ്ങനെയാണ് നമ്മുടെ ദേവന്മാർ. അപ്പോൾ അതിൻ്റെയൊക്കെ ഓരോ ആവശ്യത്തിനുള്ള, ഇപ്പം ഒരു ഗൃഹപ്രവേശനത്തിലുള്ള ഗണപതിയുമല്ല, വൈകുന്നേരത്തെ ആവാഹനയും ക്രിയയൊക്കെ ചെയ്യുന്ന സമയത്ത് ശാന്ത സ്വഭാവത്തിൽ നമ്മൾ സ്മരിക്കുന്നു. രൗദ്രമായിട്ട് എല്ലാത്തിനെയും തച്ചടക്കുന്ന ആ ഒരു ഇതിൽ നടന്നു. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ കുറച്ചും കൂടെ ഗൂഢമായിട്ടുള്ളൊരു പൂജയാണ്. നമ്മൾ വ്യക്തികൾക്ക് ഉള്ള ഗുണത്തിന് വേണ്ടിയല്ല, നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട്, നമ്മുടെ സമാജത്തിന് ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള അതിരഹസ്യമായിട്ടുള്ള ഒരു വിധാനത്തിലുള്ള പൂജയാണ്. പുലരുമ്പം തന്നെ ചെയ്യുന്ന ഒരു ഗണപതി ഹോമമാണ് ചെയ്തത്. അപ്പോൾ അനേക സമ്പ്രദായങ്ങളുണ്ട്. ആ ഒരു സമ്പ്രദായത്തിലുള്ള പാരമ്പര്യമായിട്ടുള്ള നമ്മളെ ഗുരുനാഥന്മാരിൽ നിന്ന് പഠിച്ച ആ ഒരു രീതിയിലാണ് ഇന്നത്തെ ഗണപതി ഹോമം. അത് സൂര്യനെ അടിസ്ഥാനമാക്കിയിട്ടാണ്. നമുക്കറിയാം, നമ്മളെ വേദങ്ങളിലൊന്നും മൂർത്തികളൊന്നും കാണില്ല, ശിവനോ വിഷ്ണു ഒന്നും കാണുന്നില്ല. വേദങ്ങളിൽ സ്തുതിക്കുന്ന മുഴുവൻ അഗ്നിയാണ്. ഈ അഗ്നിയുടെ അത് തന്നെയാണ് ഗണപതിയും. കാരണം ആ ഒരു സങ്കല്പത്തിൽ സൂര്യൻ്റെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആദ്യം ആരംഭിച്ച ദേവത എന്നുള്ള രീതിയിൽ ഗണേശനെ നമ്മൾ സ്മരിക്കുന്നു. പരമ്പര